കേരളത്തിലൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം ആലപ്പുഴ. ആലപ്പുഴ ടൗണിനോടടുത്ത് സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴ ബീച്ച് ജില്ലയിലെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ്. ബീച്ചിന് സമീപമാണ് ആലപ്പുഴ ലൈറ്റ് ഹൗസും അഡ്വഞ്ചർ പാർക്കും. വൈകിട്ടൊരു 4 മണിയോടുകൂടി എത്തിച്ചേർന്നാൽ നമുക്ക് ഈ 2 സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് പോകാവുന്നതാണ്. കടൽ തീരത്തുമൊക്കെ പോയി സമയം ചെലവഴിക്കാവുന്നതാണ്. അങ്ങനെ ഞങ്ങളും ആലപ്പുഴ ബീച്ചിലേക്ക് പോയി. യാത്ര വളരെ സന്തോഷപ്രദമായിരുന്നു. കറച്ചാലിൽ നിന്ന് യാത്ര തിരിച്ച് ചങ്ങനാശ്ശേരി വഴിയാണ് പോയത്. കുറേ അങ്ങ് ആലപ്പുഴ എത്താറായപ്പോഴേക്കും റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ പണികളും തീർന്നിരുന്നു. കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം പണി നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് തടസ്സങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചു. ബീച്ചിലെത്തി സമയം പോയത് അറിഞ്ഞേയില്ല. കടലിലോട്ട് നോക്കിയിരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ സമയം പോകുന്നത് അറിയില്ല. തിരമാലകളൊക്കെ എണ്ണി അവിടെ വളരെ സമയം നമുക്ക് ചിലവഴിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ഐസ്ക്രീം കഴിക്കണമെന്നുള്ള മോഹം മനസ്സിൽ ഉണ്ടായി. പിന്നെ പോയി ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ മറൈൻ എക്സ്പോ നടക്കുന്നുണ്ട് എന്ന്. അപ്പോൾ കടൽക്കരയിൽ ഇരുന്നതിന് ശേഷം നമുക്ക് എക്സ്പോയെ കാണാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ സൂര്യാസ്തമനമായി. ആ സൂര്യാസ്തമനമൊക്കെ കണ്ട് ആ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ട് അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ എക്സ്പോ കാണാനായിട്ട് കയറി. അങ്ങോട്ട് ചെന്നവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് കയറി ചെന്നപ്പോൾ തന്നെ നമുക്ക് റോബോട്ടുകൾ നമ്മളെ സ്വാഗതം ചെയ്തു. നമ്മളകത്തേക്ക് കയറിയപ്പോൾ തന്നെ എന്താണ് മനസ്സിന് കുളിർമയാണ് ഉണ്ടായത്. ബ്യൂട്ടിഫുൾ മത്സ്യങ്ങൾ വെള്ളത്തിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നു. പേരുകളൊന്നും അറിയില്ല, അതുപോലെ ഇഷ്ടംപോലെ മത്സ്യങ്ങളുണ്ടായിരുന്നു. എല്ലാം ഞങ്ങൾ കണ്ടു. വളരെ സന്തോഷവും കണ്ണിന് കുളിർമയും നൽകുന്ന കാഴ്ചയായിരുന്നു. അങ്ങനെ കുറേ സമയം നമ്മൾ എല്ലാം കണ്ടിങ്ങനെ ഇറങ്ങിപ്പോന്നപ്പോൾ അവിടെ തന്നെ മത്സ്യകന്യകയുണ്ടായിരുന്നു. അതും വളരെ രസമായിരുന്നു കാണാനായിട്ട്. അതും കണ്ടിങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഷോപ്പുകൾ ധാരാളം ഉണ്ടായിരുന്നു ഇതിനകത്ത് തന്നെ. നമുക്ക് ബാഗുകൾ, തുണിത്തരങ്ങൾ, അതുപോലെ മറ്റ് സാധനങ്ങൾ, കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ, അതോടൊപ്പം നമുക്ക് ഫുഡ് ഐറ്റംസും ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി പോന്നപ്പോൾ തന്നെ 9:30 അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ആലപ്പുഴ ബീച്ച് കാണാൻ പോയത്. അതോടൊപ്പം മറൈൻ എക്സ്പോയും നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാ വർഷവും ഉണ്ടെന്നാണ് അവർ പറഞ്ഞ മറൈൻ എക്സ്പോ. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് മറൈൻ എക്സ്പോ കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 2-3 വർഷമായിട്ട് ആലപ്പുഴയിലേക്ക് ബീച്ചിലേക്ക് പോകുന്നേ ഇല്ലായിരുന്നു. ഓട് കഴിഞ്ഞ പിന്നെ പോയിട്ടേ ഇല്ല. പിന്നെ ആദ്യമായിട്ടാണ് പോയത്. എന്നും പോകണമെന്ന് വിചാരിക്കും, പക്ഷേ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ പോയത് നന്നായി. മറൈൻ എക്സ്പോ കാണാനായിട്ട് സാധിച്ചു. അടുത്ത വർഷം ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞത്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു.